ഒരിക്കൽ യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ജന്മനാ കുരുടനായ ഒരു മനുഷ്യനെ കാണുവാനിടയായി തീർന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഗുരു, ഇവൻ കുരുടനായി പിറക്കുവാൻ ആർ പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരും? യേശു കർത്താവ് പറഞ്ഞു, ഇവനുമല്ല ഇവൻ്റെ അമ്മയപ്പന്മാരുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവനിൽ വെളിപ്പെടാൻ പോകുന്നോണ്ട് ആണ് ഇത് സംഭവിച്ചത് എന്ന്. നമ്മളും പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എന്തുകൊണ്ടാണ് ഈ പ്രയാസവും ഈ തടസ്സവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ദൈവമക്കളോട് ഒന്ന് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാതൊന്നും യാദൃശ്യമായി സംഭവിക്കുന്നതല്ല. സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം. ദൈവം നമുക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. ദൈവത്തിന് ഒരു കാര്യമുണ്ട്, അതിൽ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൽ ചില പ്രയാസങ്ങളും പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒന്ന്, ആ പ്രതിസന്ധി നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുകയും നമ്മളെ റൂട്ട് മാറ്റി വിടുകയും അതിൽ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഒരു ദൈവപ്രവൃത്തി അതിന്മേൽ വെളിപ്പെടുത്തുകയും ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് തന്നെയായിരുന്നാലും അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി, കർത്താവേ, ദൈവം എന്താണ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എൻ്റെ പ്രയാസം എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ മേലൊരു ദൈവപ്രവൃത്തി എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.